ഹലോ, തായ്ലൻഡ് സീരീസിൻ്റെ തേർഡ് പാർട്ടാണിത്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി താഴെ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബസ്സിൽ കയറി. നമ്മളെ കൂട്ടത്തിൽ 25 പേരിൽ ഇന്ന് 2 ആൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി. എല്ലാവരും ഒന്ന് ക്ലാപ്പ് അടിച്ചിട്ട് വിഷ് ചെയ്യുക. അങ്ങനെ ഈ ഒരു വിഷോട് കൂടി ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പോകുന്ന ഡെസ്റ്റിനേഷൻ അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ ബസ്സിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് സഫാരി വേൾഡിലാണ്. സഫാരി വേൾഡ് എന്ന് പറയുന്നത് ബാങ്കോക്കിലാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. സഫാരി വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആനിമൽസിൻ്റെ ഒരു വേൾഡ് തന്നെയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഷോസ് ഉണ്ട്. നമുക്ക് ഓരോ ടൈമിൽ ഓരോ ഷോ ആയിട്ട് പോയിട്ട് കാണാം. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് സഫാരി വേൾഡ്. കാരണം തായ്ലൻഡിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഏരിയ കവർ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഷോ ബേബി ഷാർക്ക് ഷോ ആയിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ആൾക്കാരെല്ലാവരും നല്ലപോലെ തിങ്ങി നിറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഷോ ഈ ഒരു സഫാരി പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷനാണ്. എലിഫൻറ്റ് ഷോ ആയിരുന്നു നെക്സ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോൾഫിൻ ഷോയിലുള്ള അത്ര ക്രൗഡഡ് ആയിരുന്നില്ല എലിഫൻറ്റ് ഷോ. ഷോസ് കാണുമ്പോൾ ഈ ആനിമൽസിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും നമുക്ക് കാണുമ്പോൾ. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഓരോരോ ഷോയും. നമുക്ക് കുറേ ചിരിക്കാനൊക്കെ ഉണ്ടാവും. നല്ല ഫണ്ണായിട്ടുള്ള ഷോസാണ്. എലിഫൻറ്റിൻ്റെ ഫുട്ബോൾ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എലിഫൻറ്റ്. എലിഫൻറ്റ് ഷോൻ്റെ എൻഡിങ് ആണിത്. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലിഫൻസും ഒരേ ഫ്രെയിമിൽ വരും. അങ്ങനെ നമ്മൾ ആ ഒരു ഷോയും കൂടെ കഴിഞ്ഞ് നെക്സ്റ്റ് ഷോയിൽ പോവാണ്. കൊടുത്തില്ല. Okay, ready? 1, 2, 3, 1. Yeah! എനിക്കവിടെ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഷോ ആണ് ഈ സീ ഹോസിൻ്റെ ഷോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, നല്ല ഫണ്ണായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു വീഡിയോയിൽ അവർ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെൽഫ് മോട്ടിവേറ്റഡാണ്, സ്വയം കൈയടിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല അവർ ഓരോ ആക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്യുമ്പോഴും അവർക്ക് കറക്റ്റായിട്ടുള്ള റിവാർഡ്സ് അവിടെ നിൽക്കുന്ന അവരുടെ ട്രെയിനേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്പൈ വാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ആണ്. ഇത് ശരിക്കും ഒരു ഫിലിമിലൊക്കെ ഉണ്ടാകുന്ന ആക്ഷൻ സീക്വൻസ് പോലെയാണ്. ബോംബ് ബ്ലാസ്റ്റും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിൽ വന്നിട്ടുള്ള ചേസിങ്ങും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഗൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നമുക്കൊരു ആക്ഷൻ ഫിലിം കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും.
ഈ ഷോയിൽ പ്രത്യേകമായിട്ട് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് 6 റോയിലിരിക്കുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് നനയും. കാരണം എന്താ വെച്ചാൽ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഓൾറെഡി അങ്ങനെ ഒരു സീക്വൻസും കൂടെ ചെയ്യുന്നുണ്ട്. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് 3ാമത്തെ റോയിലാണ് പോയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീക്വൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി നനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഷോ അടിപൊളിയായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ആക്ഷൻസ് ഫീൽ കണ്ട അതേ ഫീൽ തന്നെയായിരുന്നു. ഷോസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ തന്നെ കുറേ ആനിമൽസും ഇതുപോലത്തുള്ള ഫിഷസും ബേർഡ്സും ഒക്കെ ആയിട്ട് കുറേ കാഴ്ചകൾ വേറെയും കാണാനായിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം കണ്ടിട്ടിങ്ങനെ പോവാം. നമുക്ക് സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന് കാണാൻ പറ്റുന്ന ഐറ്റംസാണ്. അതല്ലാതെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയിലോ അതല്ലെങ്കിൽ സഫാരി വേൾഡിൻ്റെ തന്നെ വണ്ടിയിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടോ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ആനിമൽസ് ഉണ്ടാവും. ഇതിങ്ങനെ മാത്രം കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് വലിയൊരു ഏരിയയിൽ ഒരുപാട് മൃഗങ്ങളുണ്ടാവും. ഓരോ ഏരിയയിലും ഓരോ മൃഗങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്ക് മെല്ലെ ഇങ്ങനെ കണ്ടിട്ട് മെല്ലെ കണ്ട് അങ്ങനെ പോവാം. അങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് എൻഡ് വരെ അങ്ങനെ പോകാവുന്നതാണ്. അതാണ് സഫാരി വേൾഡിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷനാണിത്. ഈ ഒരു ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ആയിട്ട് നമ്മളിതുവരെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ആനിമൽസും സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അതും 1ഉം 2ഉം മാത്രമൊന്നുമല്ല ഉണ്ടാവുക, ഒരുപാട് ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടു പോകാവുന്നതാണ്. ഇനി നമ്മളതിന് ഡയറക്റ്റ് റൂമിലേക്കാണ് പോകുന്നത്. ഇന്നത്തേത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ശരിക്കും പാക്കേജ് എടുത്തിട്ട് പോകുന്ന സമയത്ത് ഇതുപോലൊരു ടീമിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ്. ഞങ്ങൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നെങ്കിൽ പോലും എല്ലാവരും സെയിം വൈബായിരുന്നു. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ, അതായത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്ന വരെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. എല്ലാവരും റൂമിൽ തിരിച്ചു പോയി ഫ്രഷ് ആയതിനു ശേഷം അവരവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട്. ഞങ്ങൾക്ക് അന്ന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ചേച്ചീൻ്റെ ഫ്രണ്ട് അനുശേച്ചി തായ്ലൻഡിൽ വർക്ക് ചെയ്യാണ്, ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചി അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെ പ്ലാൻ ഉണ്ടായിരുന്നത് പുറത്ത് പോകാം. ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്, നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ പോലെ തന്നെ അത്രയും ഓണായിട്ടുള്ള ഒരു സ്ട്രീറ്റും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ആ സ്ട്രീറ്റിലേക്കാണ് പോയത്. വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ്, വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു ഹെയർ ബ്രീഡിങ്ങിൻ്റെത് കണ്ടത്. ഇത് ഓൾറെഡി തായ്ലൻഡിൽ എപ്പോഴേലും പോവുകയാണെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒരു സൈഡ് മാത്രം, ഒരു സ്റ്റാൻഡ്സ് മാത്രം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചെയ്തു വരുന്നത് കാണാൻ നല്ല രസമാണ്. അവർ നമുക്ക് വേണ്ട ത്രെഡ് ഏതാണോ നമുക്കത് സെലക്ട് ചെയ്യാം. അതേ സാധനം അവർ നമ്മളെ ഹെയറിൽ തന്നെ ചെയ്തു തരും. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനവർ ചെയ്യുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് കണ്ടപ്പോൾ ചേച്ചിക്കും കൂടെ ചെയ്യാനുള്ള ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ ഹെയറിലും കൂടെ ചെയ്തു. ഒരു സ്റ്റാൻഡ്സ് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം ടൈപ്പ് ഓഫ് ത്രെഡ് തന്നെയാണ് ചേച്ചിയും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവിടെ ടാറ്റു ചെയ്യാനും അങ്ങനെ കുറേ ഫെസിലിറ്റീസ്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ കൂടുതലൊന്നും നോക്കിയില്ല. ആ സൈഡിൽ കാണുന്നതൊക്കെ ത്രെഡാണ്. നമുക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അവർ ചെയ്തു തരും. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഔട്ട്ഫിറ്റാണത്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ തായ്ലൻഡ് ഫേമസ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടു. മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മാംഗോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു പബ്ബിൽ കയറി. നമ്മൾ കുറേ പബ്ബുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു പബ്ബിലാണ് നമ്മൾ കയറിയത്. പിന്നെ ഓൾറെഡി അനുശേഷിക്ക് ഈ ഒരു ഏരിയാസൊക്കെ പരിചയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പബ്ബിൽ കയറി കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. കുറച്ചധികം അത്ര ഭയങ്കര ക്രൗഡഡ് ആയിരുന്നില്ല, പക്ഷേ എന്നാലും സമയം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പായി. ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോവുകയാണ് ചെയ്തത്.
ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ അന്ന് കാര്യമായിട്ട് അങ്ങനെ വലിയ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളന്ന് 2 ടെമ്പിളാണ് വിസിറ്റ് ചെയ്തത്. ബാങ്കോക്ക് തന്നെ ഉണ്ടായിരുന്ന 2 ടെമ്പിളാണ് വിസിറ്റ് ചെയ്തത്. പിന്നെ നൈറ്റ് നമുക്ക് ഓൾറെഡി തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഈ ഒരു ടെമ്പിളിൽ പോയി. ഇത് ഫസ്റ്റ് ടെമ്പിളാണ്. ടെമ്പിളിൽ ശരിക്കും വീഡിയോസൊന്നും അലൗഡ് അല്ല. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ വീഡിയോസ് അവർ അലൗ ചെയ്യില്ല ഇതൊന്നും. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള കുറേ നേർച്ചകളും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ കുറേ നേർച്ചകളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ പ്രേയേഴ്സും നേർച്ചകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോലത്തെ കുറേ അവരുടേതായിട്ടുള്ള കുറേ വിഗ്രഹങ്ങളും അങ്ങനത്തതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഇത് അതിൻ്റെ മൊത്തത്തിലുള്ള സറൗണ്ടിങ്സാണ്. നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് നെക്സ്റ്റ് വേറൊരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടെമ്പിൾ ഫസ്റ്റ് പോയതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. കാരണം നല്ല വ്യൂ ആയിരുന്നു. എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് നോക്കി നിന്നതല്ലാതെ ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. തിരിച്ച് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം 4-5 ഡേയ്സ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തിരിച്ച് വരുന്നത്. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു, പെട്ടെന്ന് തിരിച്ച് പോരാറായല്ലോ എന്ന് ആലോചിച്ചിട്ട്. ആ പുറകിൽ കാറ് പൊക്കി കാണിക്കുന്ന സാധനത്തിൻ്റെ പേര് സാം എന്നാണ്. അവൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ജേണിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലൈറ്റിനുള്ള ടൈമായി. എയർപോർട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഡ്യൂട്ടി ഫ്രീയിൽ കയറി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഗേറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഫ്ലൈറ്റിനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴുള്ള ചിരിയൊന്നും ഫേസിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനും അതുപോലെ തന്നെ തായ്ലൻഡ് യാത്രയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ തന്നെ എത്തി. ഏർലി മോർണിംഗ് ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് പിന്നെ ട്രെയിനിന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.